നമസ്കാരം. കേരളം ഇതാ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തീയതി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. 17,337 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, 2,267 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, 336 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമായി 1,627 വാർഡുകൾ. ഇങ്ങനെ കളമൊരുങ്ങുന്നത് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ വലിയ തെരഞ്ഞെടുപ്പിനാണ്. മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ 1,600 വാർഡുകൾ ഇത്തവണ അധികമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസറായി കണക്കാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നമ്മൾ ജില്ല തിരിച്ചുള്ള തദ്ദേശ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പവർ പഞ്ചായത്തിലൂടെ. എല്ലാ ആഴ്ചയും ശനിയാഴ്ചയാണ് പവർ പഞ്ചായത്ത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കോഴിക്കോടും ഇടുക്കിയുമാണ്. ആദ്യം നമുക്ക് കോഴിക്കോട് നോക്കാം. കോഴിക്കോടിന്റെ രാഷ്ട്രീയ സ്വഭാവം വളരെ സവിശേഷതകൾ ഉള്ളതാണ്. കോൺഗ്രസിനും ലീഗിനും ശക്തമായ വേരോട്ടം ഉണ്ടെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കോഴിക്കോട് കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലാകട്ടെ കോഴിക്കോടുകാർ തനി UDF-കാരും ആകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ അടുക്കുമ്പോൾ ഇക്കുറി കോഴിക്കോടുകാർ പതിവ് തെറ്റിക്കുമോ? വിശദമായി നമുക്ക് പരിശോധിക്കാം. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ഘടന. കോഴിക്കോട് കോർപ്പറേഷൻ 1, മുനിസിപ്പാലിറ്റികൾ 7 ഗ്രാമപഞ്ചായത്തുകൾ 70 ബ്ലോക്ക് പഞ്ചായത്തുകൾ 12, ജില്ലാ പഞ്ചായത്ത് 27 ഡിവിഷനുകൾ. ഇതാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു ഘടന. ഇതാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിശോധിച്ചാൽ 1979 മുതൽ തുടർച്ചയായി ഇടത് കോട്ട എന്ന് തന്നെ പറയേണ്ടി വരും. കേരള രാഷ്ട്രീയത്തിൽ പലവിധ രാഷ്ട്രീയ കാലാവസ്ഥകൾ രൂപപ്പെട്ടിട്ടും 1979 മുതൽ തുടർച്ചയായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ചെങ്കോട്ട പൊളിക്കാൻ കഴിഞ്ഞ 46 കൊല്ലമായി UDF-ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണ മേയർ ബീന ഫിലിപ്പാണ്. ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ, CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. CPM-ലെ പ്രബലനാണ് അദ്ദേഹം. ഇനി നമുക്ക് കോർപ്പറേഷനിലെ കക്ഷി നില നോക്കാം. അതിങ്ങനെയാണ്. LDF 50, അതിൽ CPM-ന് മൃഗീയാധിപത്യം കാണാൻ കഴിയും 47, NCP 1, CPI 1, RJD 1. ഇങ്ങനെയാണ്. UDF ഇതാ 10, കോൺഗ്രസിന് 10 വാർഡുകളാണുള്ളത്, മുസ്ലിം ലീഗിന് 8. നോക്കണം, BJP-ക്ക് 7 വാർഡുകളുണ്ട്. വളരെ ശക്തമായ സ്വാധീനം അവിടെ BJP-ക്ക് ഉണ്ട് എന്ന് പറയേണ്ടി വരും. അതിൽ തന്നെ UDF-ന്റെ ഒരു കരുത്ത് അവിടെ ഉള്ളത്, ലീഗിൻ്റെ കരുത്തിലാണ് അവിടെ UDF നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. 18 സീറ്റുകൾ ഉള്ളതിൽ 10 കോൺഗ്രസിനും 8 ലീഗിനുമാണ്. ഈ BJP പലയിടങ്ങളിലും തന്നെ BJP 2ാം സ്ഥാനത്താണ് പല വാർഡുകളിലും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഏതായാലും BJP ഉള്ളത്. നമുക്കിനി മുനിസിപ്പാലിറ്റികളിലേക്ക് വരാം. മുനിസിപ്പാലിറ്റികളിലേക്ക് വന്നാൽ 7 മുനിസിപ്പാലിറ്റികളാണ് കോഴിക്കോടുള്ളത്. അതിൽ 4 UDF-നും 3 LDF-നും. ഈ കോഴിക്കോട് മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് UDF-ന്റെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ചാർട്ട് പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. പയ്യോളി, കൊടുവള്ളി, ഫറോക്ക്, രാമനാട്ടുകര എന്നീ മുനിസിപ്പാലിറ്റികളാണ് UDF ഭരിക്കുന്നത്. കക്ഷി നിലയുടെ ഗ്രാഫാണ് പ്രേക്ഷകർ പുറകിൽ കാണുന്നത്. മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് കോഴിക്കോടിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് UDF-ന് ഇത്തരത്തിലൊരു മേൽക്കൈയുള്ളത്. അതും ലീഗിൻ്റെ കരുത്തിൽ ആണ് എന്നുള്ളത് കക്ഷിനില പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഗ്രാഫ് കൃത്യമായി നോക്കിയാൽ കൊടുവള്ളി, ഫറോക്ക്, രാമനാട്ടുകര മുനിസിപ്പാലിറ്റികൾ ലീഗ് കോട്ടകളാണ്. കോൺഗ്രസിനേക്കാൾ വളരെ മുന്നിലാണ് അവിടെ ലീഗ് ഉള്ളത്. പയ്യോളിയിലും കോൺഗ്രസിന് പിന്നിൽ 1 വാർഡ് മാത്രം വ്യത്യാസത്തിൽ ലീഗിനെ കാണാം. ചുരുക്കി പറഞ്ഞാൽ ലീഗിൻ്റെ കരുത്തിലാണ് അവിടെ UDF-ന്റെ നിലനിൽപ്പ് തന്നെ എന്ന് പറയേണ്ടി വരും. ഇനി നമുക്ക് LDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളിലേക്ക് പോകാം. 7-ൽ 3 മുനിസിപ്പാലിറ്റികൾ ആണ് കോഴിക്കോട് LDF ഭരിക്കുന്നത്. വടകര, കൊയിലാണ്ടി, മുക്കം, അങ്ങനെയാണ് ഈ 3 മുനിസിപ്പാലിറ്റികളാണ്
അവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത്. അവിടുത്തെ കക്ഷി നിലയാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് അവിടെ ഈ ഇടതുപക്ഷം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികൾ നോക്കിയാലും അവിടുത്തെ പ്രതിപക്ഷ നിര നോക്കിയാൽ അവിടെയും ലീഗിൻ്റെ കരുത്ത് കാണാൻ കഴിയും. വടകരയിലും മുക്കത്തും പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ കക്ഷി ലീഗാണ്. വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യമുള്ള മുനിസിപ്പാലിറ്റിയാണ് മുക്കം. ലീഗ് വിമതരായിരുന്ന സ്വതന്ത്രൻ ആദ്യം LDF അവിടെ പിന്തുണ നൽകിയിരുന്നു. പിന്നീട് ഇയാൾ UDF UDF അവിശ്വാസം കൊണ്ടുവന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ആ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ അവിടെ BJP വിട്ടു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭയിൽ CPM വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിലായിരുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. പ്രസാദ്, കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടത് തേരോട്ടം ഇക്കുറിയും അങ്ങനെ തന്നെ തുടരും എന്നാണോ കരുതുന്നത്? അതിന് തടസ്സം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ രൂപപ്പെടുന്നുണ്ടോ? മറ്റൊന്ന്, നമ്മൾ ഈ ഘട്ടത്തിൽ ഈ ദിവസം ഈ പരിപാടി ചെയ്യുമ്പോൾ ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, രാഹുൽ ഇഫക്റ്റ് അവിടെ UDF ക്ഷീണമുണ്ടാക്കാൻ സാധ്യതയുണ്ടോ? ലക്ഷ്മി പറഞ്ഞ അവസാനത്തെ ചോദ്യത്തിന് തന്നെ ആദ്യം ഉത്തരം പറയാം. കാരണം രാഹുൽ ഇഫക്റ്റ് ഒരു തരത്തിലും കോഴിക്കോട് കോർപ്പറേഷനെ ബാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നാൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ 79 മുതലുള്ള ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ തുടർച്ചയായി LDF തന്നെയാണ് ഈ കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഒരു തരത്തിൽ പോലും ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിനോ UDF കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ അല്പം UDF വലിയ വാശിയിലാണ്. UDF തന്നെ അവകാശപ്പെടുന്നത് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തും എന്നുള്ളതാണ്. അവരുടെ സമരപരിപാടികളെല്ലാം തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ UDF വിവിധ സമരങ്ങൾ, കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ സമരങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ പ്രചാരണങ്ങൾ അങ്ങനെയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 79 മുതൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ LDF എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഇപ്പോൾ അവിടെ 7 കൗൺസിലർമാരാണുള്ളത്. പക്ഷേ അവർ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 22 സ്ഥലത്ത് BJPക്ക് 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അത് BJPക്കാർ ആത്മവിശ്വാസം പറയുമ്പോൾ LDF UDF അക്കാര്യം പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. കാരണം 22 സ്ഥലങ്ങളിൽ അവർക്ക് 2ാം സ്ഥാനത്ത് വരിക എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയായി മാറുമോ എന്നുള്ളതാണ് UDF LDF ഒരുപോലെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അത് വളരെ വിശദമായി തന്നെ ലക്ഷ്മി അത് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കാരണം 75-ൽ 50 സ്ഥലത്ത് മാത്രമാണ് 50 സ്ഥലത്ത് LDF 25 സ്ഥലങ്ങളിൽ UDF BJPയുമാണ്. 18 UDF 7 സ്ഥലങ്ങളിൽ BJP കൗൺസിലർമാരാണുള്ളത്. എന്തായാലും കോർപ്പറേഷനെ സംബന്ധിച്ച് അവർ ആത്മവിശ്വാസത്തിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ അത് LDF തന്നെയായിരിക്കും അല്പം കൂടുതലായി ഉണ്ടാകുക. മുനിസിപ്പാലിറ്റികളിലേക്ക് വന്നാൽ പ്രസാദ്, മുനിസിപ്പാലിറ്റികളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ലീഗിൻ്റെ കരുത്തിലാണ് UDF മുന്നിൽ നിൽക്കുന്നതെന്ന് കാണാൻ കഴിയും. ഇക്കുറി കൂടുതൽ മുനിസിപ്പാലിറ്റികളുടെ ഭരണം UDF പിടിക്കാൻ സാധ്യതയുണ്ടോ? നമുക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കം മുന്നിലുണ്ട്. നമുക്ക് മുന്നിൽ കഴിഞ്ഞുപോയ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം ഉണ്ട്. അതിലൊക്കെ ഒരു ലീഗിൻ്റെ പ്രവർത്തനം, അവരുടെ ഊർജ്ജം, ഓജസ് ഇതൊക്കെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ ലീഗിൻ്റെ കോട്ടകളായിട്ടുള്ള ഇടങ്ങളിൽ അവർ വലിയ പ്രവർത്തനം കാഴ്ചവെക്കുവാനുള്ള ഒരു സാധ്യതയില്ലേ? മുനിസിപ്പാലിറ്റികൾ കൂടുതൽ ഇടങ്ങളിലേക്ക് UDF പടരാനുള്ള സാധ്യതയുണ്ടോ? മുനിസിപ്പാലിറ്റികളിൽ പൊതുവെ മുൻതൂക്കം കേരളത്തിലൊട്ടാകെ പരിശോധിച്ചാൽ തന്നെ മുനിസിപ്പാലിറ്റികളിൽ മുൻതൂക്കം UDF തന്നെയാണ്. ഇപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഇടത്താണ് UDF ഉള്ളത്. അതിൽ പറയുന്നത് പോലെ പയ്യോളി, രാമനാട്ടുകര, ഫറോക്ക്, കൊടുവള്ളി, ഇത് പറയുന്ന എല്ലായിടത്തും മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി വളരെ പ്രകടമാണ്. കാരണം മുസ്ലിം ലീഗ് തന്നെയാണ് ഒരുപക്ഷെ UDF അധികാരം നേടിക്കൊടുക്കുന്ന ഇവിടുത്തെ പ്രധാന ഘടകം, എന്നീ നഗരസഭകളിലെ പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ ഇപ്പോൾ ഈ 4 മുനിസിപ്പാലിറ്റികൾ നിലനിർത്താനുള്ള പ്രതീക്ഷ UDF വെക്കുമ്പോൾ അവർക്ക് മുക്കം നഗരസഭയുടെ കാര്യത്തിൽ അല്പം ആത്മവിശ്വാസം കൂടുതലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറെക്കുറെ വെൽഫെയർ പാർട്ടിയുമായി അവിടെ സഖ്യത്തിലായിരുന്നു. അവിടെ 15 LDF ഉണ്ടായിരുന്നത്, 15 UDF എന്ന് പറയുന്നത് 12 UDF 3 വെൽഫെയർ പാർട്ടിയുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ലീഗ് വിമതനായിരുന്ന ഒരാളാണ് അദ്ദേഹം. ആദ്യം LDF പിന്തുണ നൽകി, പിന്നീട് UDF പിന്തുണ നൽകി. ഇത്തവണ ഈ സഖ്യം, വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം, ഇത്തവണയും അവിടെ ആ സഖ്യത്തിൽ തന്നെയായിരിക്കും മത്സരിക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ
സീറ്റുകൾ നേടാൻ വെൽഫെയർ പാർട്ടിക്ക് അല്പം സ്വാധീനമുള്ള മേഖലകളെല്ലാം തന്നെ മുക്കം നഗരസഭയുടെ പരിധിയിൽപ്പെട്ട സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം മുക്കം നഗരസഭയിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ UDF-നുണ്ട്. ഈ മുക്കം നഗരസഭ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് UDF-ന്റെ പ്രതീക്ഷ. എന്നാൽ LDF പറയുന്നത് അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഗരസഭ നിലനിർത്താൻ LDF-ന് കഴിയുമെന്നൊരു ആത്മവിശ്വാസം അവർ പറയുന്നുണ്ട്. പിന്നെ കൊയിലാണ്ടിയിലേക്ക് വന്നാൽ കൊയിലാണ്ടിയും വടകരയും അതിൻ്റെ ആ നഗരസഭകളുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വടകരയും കൊയിലാണ്ടിയും നല്ല രീതിയിൽ തന്നെ LDF-ന് അവിടെ മാർജിനുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ അല്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു അളവ് നോക്കുകയാണെങ്കിൽ അവിടെ LDF-ന് തന്നെയായിരിക്കും വടകരയിലും കൊയിലാണ്ടിയിലും നമുക്കൊരു നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മുൻതൂക്കം. പക്ഷേ ഇവിടെയെല്ലാം UDF-ന് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടെ LDF-നാണ് എല്ലാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വലിയ തോതിൽ സീറ്റുകൾ നേടുകയും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ അവർക്ക് നഗരസഭയിൽ ഭരണം പിടിക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ മുക്കത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ അവിടെ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന UDF-ഉം LDF-ഉം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു നഗരസഭയാണ്. വെൽഫെയർ പാർട്ടിയുമായുള്ള ഒരു സഖ്യം ഒരുപക്ഷെ UDF-ന് ഗുണം ചെയ്തേക്കാമെന്നൊരു വിലയിരുത്തൽ ആ പ്രദേശത്തെ ആളുകൾക്കുമുണ്ട്. തിരിച്ചെത്താം പ്രസാദ്. ഇനി നമുക്ക് പവർ പഞ്ചായത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. 27 ഡിവിഷനുകളാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ഉള്ളത്. കോർപ്പറേഷൻ പോലെ തന്നെ വർഷങ്ങളായി ഇടതു കോട്ടയാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും എന്ന് കാണാൻ കഴിയുന്നതാണ്. 27-ൽ 18 ഇടതുപക്ഷത്തിനാണ് എന്ന് കാണാൻ സാധിക്കും. UDF-ന് 9 ഡിവിഷനുകളാണ് ഉള്ളത്. അവിടെയും നമുക്ക് ലീഗിൻ്റെ കരുത്ത് കാണാം. 2020-ൽ CPM-ലെ കാനത്തിൽ ജമീലയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായി തിരഞ്ഞെടുത്തത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാനത്തിൽ ജമീല കൊയിലാണ്ടിയിൽ LDF സ്ഥാനാർത്ഥിയാവുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നിലവിൽ CPM-ലെ തന്നെ ഷീജ ശശിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ആകെ 70 ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് ഉള്ളത് എന്ന് കാണാം. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വന്നാൽ ആകെ 70 ഗ്രാമപഞ്ചായത്തുകളാണ് കോഴിക്കോട് ഉള്ളത്. അതിൽ ഇടതിൻ്റെ തേരോട്ടം തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്തുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. 42 ഇടത്താണ് LDF ഉള്ളത്, 26 ഇടത്ത് മാത്രമാണ് UDF ഉള്ളത്. 2 ഇടത്ത് TP ചന്ദ്രശേഖരൻ്റെ RMP ആയും ഭരിക്കുന്നത് കാണാം. ഒഞ്ചിയം ഏറാമല പഞ്ചായത്തുകളാണ് RMP ഭരിക്കുന്നത്. അവിടുത്തെ കക്ഷിനിലയാണ് പുറകിൽ പ്രേക്ഷകർ കാണുന്നത്. UDF-ന്റെ സഹകരണത്തിലാണ് അവിടെ ഭരണം പിടിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF-ന്റെ ഭാഗമല്ല RMP എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെയാണ് KK രമയ്ക്ക് പിന്തുണ കൊടുക്കുന്നതും അടുത്തിടെ UDF-ൽ അസോസിയേറ്റ് കക്ഷിയാക്കുന്നതും ഒക്കെ അടുത്തിടെയാണ്. വടകര, ഏറാമല, ഒഞ്ചിയം ഒക്കെ RMP-യുടെ ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേ RMP-യിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നു എന്ന് CPM പറയുന്നുമുണ്ട്. കരശ്ശേരി, കൊടിയത്തൂർ പഞ്ചായത്തുകളിൽ CPM-ഉമായി സഖ്യത്തിൽ ആയിരുന്നു. 2019-ൽ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണച്ചിരുന്നു. ഇതോടെ ഭരണം മാറി 2020-ൽ കാരശ്ശേരിയിലും കൊടിയത്തൂരും UDF തിരിച്ചുപിടിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനി നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് പോകാം. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സ്ഥിതി നോക്കിയാൽ 12 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ഇതിലും LDF-ന് മൃഗീയാധിപത്യം ഉള്ളത് കാണുവാൻ കഴിയും. LDF-ന് 10 ബ്ലോക്ക് പഞ്ചായത്തുകൾ LDF-നൊപ്പമുണ്ട്. 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ മാത്രമാണ് UDF-ന് ഉള്ളത്. പ്രസാദിലേക്ക് പോയാൽ, പ്രസാദ്, ജില്ലാ പഞ്ചായത്തിലെയും പഞ്ചായത്തുകളിലെയും ഇടത് ആധിപത്യം ഇക്കുറി തുടരാൻ കഴിയും എന്നുള്ളതാണോ അവരുടെ ഒരു കണക്കുകൂട്ടൽ? തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ ജില്ലാ പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒന്നും തന്നെ ഇത്തവണ ഡിവിഷൻ്റെ വർധനവില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ LDF എല്ലാ കാലത്തും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒരു ഘട്ടത്തിൽ പോലും UDF-ന് വെല്ലുവിളി ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണ നമ്മൾ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ കണ്ട സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത്തവണ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, അവിടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഭരണം പിടിക്കും, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പിടിക്കുമോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടുമോ എന്നുള്ളതല്ല അവകാശപ്പെടുന്നത്. പക്ഷേ വലിയ തോതിലുള്ളൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ഇത്തവണ കഴിയും എന്നുള്ളതാണ് അവർ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം. പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDF-ന് തന്നെയാണ് മുൻതൂക്കം എന്നുള്ളതാണ്. ഇപ്പോൾ കണക്ക് ലക്ഷ്മി തന്നെ അവിടെ പറയുന്നത് കേട്ടു. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കണക്കെടുത്താൽ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 ഇടത്തും LDF-നാണ്. ആ LDF-ന് 10 ഇടത്തും എന്ന് പറയുന്നത് വലിയ തോതിൽ
തോതിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDF വരുന്നത്. രണ്ടിടത്താണ് UDF നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തിലും സമാനമായ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു മുൻതൂക്കം നമുക്ക് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും LDFന് കാണാമെങ്കിലും ഇത്തവണ അതിൽ നിന്ന് മാറ്റം വരുത്തണം എന്ന ആഗ്രഹത്തോടു കൂടി UDF കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തി എന്നതാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ LDFന് തന്നെയാണ് മുൻതൂക്കം. നല്ലൊരു മത്സരം ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രസാദ്, അതിനൊപ്പം പറയണം, വടകരയിൽ ഷഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കി VD സതീശൻ തന്നെ പറയുന്നത് ഒരു രാഷ്ട്രീയ ധ്രുവീകരണം നടത്തി അവിടെ UDF എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുകയും ഇതുപോലെ ലീഗിൻ്റെ അടക്കം കേന്ദ്രങ്ങളെ ഒന്ന് ഉണർത്തുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ അത് ഏതൊക്കെ തരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDFന് ഗുണകരമാകുന്നു എന്ന് അവരുടെ കേന്ദ്രങ്ങൾ കരുതുന്നുണ്ട്? ലക്ഷ്മി, ഈ പ്രധാനമായും അപ്പോൾ UDFൻ്റെ ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷ നൽകുന്നത് ഇപ്പോൾ വലിയ തോതിലുള്ള വിവാദമായതാണ് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ളൊരു സഖ്യം. അത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. പക്ഷേ ആ സഖ്യം ഇത്തവണയും തുടരും എന്നുള്ളത് തന്നെയാണ് UDF വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വെൽഫെയറിന് സ്വാധീനമുള്ള ഇപ്പോൾ 7 പഞ്ചായത്തുകളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 5 പഞ്ചായത്തുകളാണ് വെൽഫെയർ പാർട്ടിക്ക് അംഗങ്ങളുള്ളത്. പഞ്ചായത്ത് കണക്ക് നോക്കുകയാണെങ്കിൽ നഗരസഭയിൽ മുക്കം പോലെയുള്ള നഗരസഭകളിലും വെൽഫെയർ പാർട്ടിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ പക്ഷേ ഈ സഖ്യം അവർക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളതാണ് ഈ പ്രത്യേകിച്ചും UDF കണക്കിലെടുക്കുന്നത്, കോൺഗ്രസ് കണക്കിലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വടകര പോലെയുള്ള സ്ഥലങ്ങളിൽ വടകര, അതോടെ കൊടുവള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, കൊടുവള്ളിയെല്ലാം തന്നെ നിലവിൽ UDFന് നല്ല സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അതൊരു നേട്ടമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇവർ പങ്കുവെക്കുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയെല്ലാം തന്നെ കൂടുതലും LDFന് തന്നെയാണ് ഈ മേൽക്കൈ ഉണ്ടാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പോൾ പഞ്ചായത്തുകളുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ 17 പഞ്ചായത്തുകളിൽ കഴിഞ്ഞ 20 വർഷത്തിൽ കൂടുതലായി ആ പഞ്ചായത്തുകളിൽ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പാർട്ടി കേന്ദ്രം അല്ലെങ്കിൽ ഉറപ്പായും UDF ജയിക്കുന്ന പഞ്ചായത്തുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 20 വർഷമായി തുടർച്ചയായി അവർക്ക് കോഴിക്കോട് ജില്ലയിൽ ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം 7 എണ്ണം മാത്രമാണുള്ളത്. LDFനെ സംബന്ധിച്ചിടത്തോളം അത് 17 പഞ്ചായത്തുകൾ അത്തരത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇത് ഏകപക്ഷീയമായ വിജയങ്ങൾ, അവർക്ക് ഒരു എതിരാളി ഉണ്ട് എന്ന് പോലും പറയാൻ പറ്റുന്ന പഞ്ചായത്തുകളാണ് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും. 17 പഞ്ചായത്തുകളിലും അത്രയേറെ ശക്തമാണ് LDF എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ശക്തമായ പഞ്ചായത്തുകൾ UDFനെ സംബന്ധിച്ചിടത്തോളം 7 എണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കി ഉള്ള പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് നല്ലൊരു മത്സരം നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ മാറി മറയുന്ന പഞ്ചായത്തുകളാണ്. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ RMPയെ സംബന്ധിച്ചിടത്തോളം LDF പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ 2015 20 കണക്കുകൾ പരിശോധിക്കുമ്പോൾ 15 കിട്ടിയ അത്രയും സീറ്റുകൾ അന്ന് 6 വാർഡുകളായിരുന്നു RMP വിജയിച്ചത് 2015. 2020 വരുമ്പോൾ അത് 4 എണ്ണമായി മാറി. അപ്പോൾ RMPയുടെ ശക്തി കുറഞ്ഞു വരുന്നു എന്നൊരു വിലയിരുത്തൽ CPIM നടത്തുന്നു. അതോടൊപ്പം തന്നെ അതുകൊണ്ട് ഇത്തവണ അവർക്ക്, അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയും ഏറാമലയും നമുക്കറിയാം വളരെ വൈകാരികമായ ഒരു പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടം എന്നതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ CPIMനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും RMPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവിടുത്തെ രാഷ്ട്രീയ പോരാട്ടം ഒരു വൈകാരിക പോരാട്ടം കൂടിയാണ്. അപ്പോൾ ആ 2 പഞ്ചായത്തുകളും നിലനിർത്തുക എന്നത് സംബന്ധിച്ചിടത്തോളം RMPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. അത് തിരിച്ചു പിടിക്കുക എന്നത് CPIMനും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ CPIM പറയുന്നത് അവിടെ RMPക്ക് സ്വാധീനം കുറഞ്ഞു വരികയാണ്. ഞങ്ങൾ ഇത്തവണ എന്തായാലും ഈ 2 പ്രസാദ് അവിടെ ചെന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? അടുത്തിടെയാണ് പ്രസാദ് ഏതായാലും അങ്ങോട്ടേക്ക് എത്തിയത് എന്നറിയാം. എങ്കിൽ പോലും അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? ഇങ്ങനെ RMPയുടെ ശക്തി ചോർന്നു പോയിട്ടുണ്ടോ? എന്തായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രസാദ്? ഈ പറയുന്ന ഈ പഞ്ചായത്തുകളിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും ആ പഞ്ചായത്തുകൾ നിലനിർത്താൻ, ഏറാമലയാണെങ്കിലും ഒഞ്ചിയുമാണെങ്കിലും നിലനിർത്താൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും RMP ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ലക്ഷ്മി, നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ RMP UDFുമായി ഒരു സഖ്യം ഉണ്ടായിരുന്നില്ല. ചില നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മുഴുവൻ വാർഡുകളിലും അത്തരമൊരു നീക്കുപോക്കിലേക്ക് കൊണ്ടുവരാൻ RMPക്കോ UDFനോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇത്തവണ പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. UDFൻ്റെ സഖ്യകക്ഷി ഇപ്പോൾ അസോസിയേറ്റഡ് സഖ്യമായിട്ടാണ് RMP മാറിക്കഴിഞ്ഞു.
അപ്പോൾ UDFന്റെ ഭാഗമായിട്ടായിരിക്കും RMP ഈ രണ്ട് പഞ്ചായത്തിലല്ല RMP മത്സരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു നേട്ടം RMPയെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ ലക്ഷ്മി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചോദിച്ചതാണ്, രാഹുൽ ഇഫക്റ്റ് കോഴിക്കോട് ജില്ലയെ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് ഒഞ്ചിയം ഏറാമൂല പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെ അല്ലെങ്കിൽ എഫക്റ്റ് വരാൻ പോകുന്ന ഒന്ന് ഷാഫി പറമ്പിലാണ്. കാരണം ഷാഫി പറമ്പിലിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ ആ മേഖലയിലുണ്ടായിട്ടുള്ള വടകര MP ആയി വന്നതിന് ശേഷം അവിടെയുള്ള പ്രവർത്തനങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും അവിടുത്തെ UDF ക്യാമ്പിന് അത് ഉണർവായിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷാഫിയും വിമർശനത്തിന് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം ഷാഫിയുടെ ഒരു സാന്നിധ്യം ഈ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് വടകര പോലെയുള്ള സ്ഥലങ്ങളിൽ അത് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറാമല, ഒഞ്ചിയം തുടങ്ങിയ പഞ്ചായത്തുകളിൽ അത് നിലനിർത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ RMPI സ്വാഭാവികമായും വെച്ച് പുലർത്തുന്നുണ്ട്. UDFുമായിട്ടുള്ള ഇനി ഔദ്യോഗിക സഖ്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ നേട്ടം നിലനിർത്താൻ കഴിയും. പക്ഷേ LDF പറയുന്ന, പ്രത്യേകിച്ച് CPM പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 2015 കിട്ടിയ അത്രയും വാർഡുകൾ 2020 ആയപ്പോൾ RMPക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഏറ്റവും എനിക്ക് കോഴിക്കോട് പഞ്ചായത്തിൽ ഏറ്റവും ശക്തമായി മത്സരം നടക്കാൻ പോകുന്ന രണ്ട് പഞ്ചായത്തുകൾ സ്വാഭാവികമായും അത് ഏറാമലയും ഒഞ്ചിയുമാണ്. അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് തന്നെ കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന രണ്ട് പഞ്ചായത്തുകൾ അതായിരിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് അത്തോളി പഞ്ചായത്തിനെ കുറിച്ചാണ്. അത്തോളി പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഇപ്പോൾ നമ്മൾ വെൽഫെയർ പാർട്ടിയുമായി എല്ലാം തന്നെ പറഞ്ഞു, അതുപോലെ RMPയുമായിട്ടുള്ള സഖ്യം പറഞ്ഞു. ഇവിടെ ഈ അത്തോളി പഞ്ചായത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് അവിടെ BJPയുമായി ഒരു രഹസ്യധാരണ അവിടുത്തെ UDFന് ഉണ്ടായിരുന്നു, കോൺഗ്രസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വാർഡിൽ മാത്രമാണ്, അവിടെ വാർഡ് 1 മാത്രമാണ് അന്ന് BJP സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വലിയ തോതിൽ സീറ്റ് കിട്ടിയ അല്ലെങ്കിൽ വാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഈ 1-ാം വാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ താമസിക്കുന്ന വാർഡാണ്. അതിന് ഇവർ LDF പറയുന്ന ഒരു ആരോപണം, അപ്പോൾ സുരേന്ദ്രൻ താമസിക്കുന്ന സ്ഥലത്ത് BJP വിജയിക്കാൻ വേണ്ടി കോൺഗ്രസുമായി ഒരു ധാരണയുണ്ടാക്കുകയും മറ്റു സ്ഥലങ്ങളിൽ കോൺഗ്രസിന് അനുകൂലമായി BJPക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണ അത് ഞങ്ങൾ അനുവദിക്കില്ല, അല്ലെങ്കിൽ അത്തരമൊരു സഖ്യം, രഹസ്യ സഖ്യം പ്രവർത്തിക്കുന്നത് തടയാൻ അല്ലെങ്കിൽ ആ വോട്ട് തടയാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് LDF പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തോളി പഞ്ചായത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നും കൂടി ഒരു രാഷ്ട്രീയ കൗതുകമാണ്. അത്തോളി ഒരു ശ്രദ്ധാകേന്ദ്രമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ കൂടുതലും രാഷ്ട്രീയത്തെക്കാൾ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തെരുവുനായ ശല്യമടക്കമുള്ളവ, മാലിന്യ പ്രശ്നം, ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു സ്ഥിതിയുണ്ട്. കോഴിക്കോടും അങ്ങനെ ഒരു സ്ഥിതിയുണ്ടോ? ഒപ്പം നമുക്കറിയാം വന്യജീവി പ്രശ്നമടക്കം കോഴിക്കോടിൻ്റെ മലയോര മേഖലയുടെ ഉറക്കം കെടുത്തുന്ന വാർത്തകൾ നമുക്ക് മുന്നിലുണ്ട്. അതൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണ്ണയിക്കുവാൻ പര്യാപ്തമായ സംഗതികളല്ലേ? തീർച്ചയായും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മേഖലയും ഉൾപ്പെടുന്നതാണ്. ഒന്ന് നഗരമാണ്, മറ്റൊന്ന് തീരദേശം കൂടി ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബേപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അത് കോഴിക്കോട് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, അവിടെയെല്ലാം തന്നെ തീരദേശവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വലിയ തോതിലുള്ള ചർച്ചയായി മാറും. നഗരത്തിൻ്റെ വികസനം സ്വാഭാവികമായും ചർച്ചയായി മാറും. അതോടൊപ്പം തന്നെ തിരുവമ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ മലയോര മേഖലകളാണ്. അവിടെ ഈ പറയുന്ന പോലെ വന്യമൃഗശല്യം, ആ പ്രതിസന്ധി പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികൾ, അത് പഞ്ചായത്ത് തലത്തിലാണെങ്കിലും സംസ്ഥാന സർക്കാർ തലത്തിലാണെങ്കിലും അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. പക്ഷേ അവിടെ ഇത്തരം വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി വടകര, കുറ്റിയാടി, പേരാമ്പ്ര പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വന്നാൽ അത് കാർഷിക മേഖലയാണ്. അവിടെ കർഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് തെങ്ങ് കർഷകർ ഏറെയുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ കുറ്റിയാടി എന്ന് പറയുന്ന പ്രദേശം, കുറ്റിയാടി, പേരാമ്പ്രയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അപ്പോൾ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലേക്ക് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രം ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വാർഡടിസ്ഥാനത്തിൽ തന്നെ അതുകൊണ്ടുകൂടിയാണ് ഇത്രയും ശക്തമായ മത്സരങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ശരി പ്രസാദ്,
കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ സീറ്റുകൾ നോക്കിയാൽ 11ഇടത്തും ഇടതുപക്ഷമാണ് ജയിച്ചു കയറിയത് എന്ന് കാണാം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനുമൊക്കെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളാണ്. വടകരയിൽ നിന്നും RMPയുടെ KK രമയും കൊടുവള്ളിയിൽ നിന്നും MK മുനീറുമാണ് UDFിലെ 2 MLA മാർ, UDFിന് ആശ്വാസമായ 2 MLA മാർ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോടും വടകരയും UDFിനൊപ്പം നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. കോഴിക്കോട് MK രാഘവൻ കേരളം മുഴുവൻ ശ്രദ്ധിച്ച പോരിൽ വടകരയിൽ ഷാഫി പറമ്പിലും വിജയിച്ചു കയറിയത് നമ്മൾ കണ്ടു. തദ്ദേശ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ്. നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ ഇഫക്റ്റ് UDFിന് ഗുണമായെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ രാഹുൽ ഇഫക്റ്റാണ്. രാഹുൽ ഗാന്ധി ഇഫക്റ്റ് അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഫക്റ്റാണ്. അതിൽ തിരിച്ചടികൾ മാത്രമേ കോൺഗ്രസിനുണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഈ രാഹുൽ ഇഫക്റ്റ് UDFിന്റെ സ്ഥിതി പരിതാപകരം ആക്കുമോ? വനം ആരോഗ്യ വകുപ്പുകളുടെ ഭരണ പരാജയങ്ങളൊക്കെ ഇടതിനെ കുടുക്കിലാക്കുമോ? കോഴിക്കോടിന്റെ തദ്ദേശ കളത്തിൽ ആര് കരുത്ത് കാട്ടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.